അങ്ങനെ പറഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി. എന്നാൽ പിന്നെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസ്ക് കലണ്ടറാണ്. നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പേപ്പർ വെച്ചിട്ടാണ്. പേപ്പർ എന്ന് പറയുമ്പോൾ കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ. ഞാനിവിടെ എടുത്തേക്കുന്നത് ഡ്രോയിങ് ഷീറ്റാണ്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട അതേ ഡയമെൻഷനിൽ അതേ എണ്ണത്തിൽ, അതായത് ചിലത് 2 എണ്ണം വേണം, ചിലത് 3 എണ്ണം വേണം, ചിലത് ഒരെണ്ണം വേണം. അപ്പോൾ അങ്ങനെ കറക്റ്റ് എണ്ണത്തിൽ കറക്റ്റ് സൈസിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് എഡ്ജസൊക്കെ ഇതുപോലെ നന്നായിട്ട് മടക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ മെയിൻ പരിപാടി. ഇപ്പോൾ ഈ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കലണ്ടർ വെക്കാനുള്ള നമ്മളുടെ ഒരു ബേസാണ്. അതും നമ്മൾ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് മന്ത്സിൻ്റെ പേരും അതുപോലെ നമ്പേഴ്സൊക്കെ എഴുതണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പർ കളർ പ്രിൻ്റ് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ എഴുതി കൊടുക്കണമെങ്കിൽ അങ്ങനെയാവാം. ഈ സ്ക്വയർ ക്യൂബുമ്പോൾ ഡേറ്റ് എഴുതേണ്ടത് ഈ വീഡിയോയിലൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് 2 ക്യൂബ് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ ഡേറ്റും കവർ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടികൾ. അത് കഴിഞ്ഞിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറുമയുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴെ ഇതുപോലെ മന്ത്സും മുകളിൽ ഇതുപോലെ നമ്മൾ ഡേറ്റ്സും കൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഡെസ്ക് കാലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.